എന്തപ്പം ഞാൻ ചട്ടിയായി നിൽക്കണമെന്നല്ലേ, ഓട്ടട ഉണ്ടാക്കാനാ. ഓട്ടട മൺചട്ടിയിലാണല്ലോ ഉണ്ടാക്കുക. അച്ചു വന്നിട്ടുണ്ട്, ഏട്ടൻ്റെ കുട്ടിയാണ് കേട്ടോ, പ്രിജാൻ്റെ ഏട്ടൻ്റെ കുട്ടിയാണ്. അച്ചു ചോദിച്ചു, മേമേ നാളെ എനിക്ക് ഓട്ടടയും കടലക്കറിയും ഉണ്ടാക്കി തരുമോ. ഓക്കെ ഡീൽ, എന്നാൽ പിന്നെ നാളെ തന്നെ ഉണ്ടാക്കാം ഓട്ടട. വീണ്ടും നിങ്ങളോ? എനിക്ക് ഈ റെസിപ്പി ചേച്ചി പറഞ്ഞതാണ് കേട്ടോ. ചേച്ചിയുടെ നാട്ടിലൊക്കെ സ്ഥിരമായിട്ട് അവർ ഓട്ടടയും കടലക്കറിയൊക്കെ ഉണ്ടാക്കും. അതൊരു തവണ വന്നപ്പോൾ ചേച്ചി വന്നപ്പോൾ അത് ഉണ്ടാക്കി തന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അമ്പാടിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. അപ്പം അങ്ങനെ അച്ചു വന്നപ്പോൾ ഒരു ദിവസം ഉണ്ടാക്കി കൊടുത്തതാണ്. അപ്പോൾ അവൾക്കും ഇഷ്ടമായി. എന്നാൽ ശരി, ഓക്കെ നമുക്കത് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. എനിക്ക് ഹെൽപ്പിനായിട്ട് അച്ചും ഉണ്ട് കേട്ടോ. വിറകടുപ്പിൽ വെച്ചിട്ട് ഉണ്ടാക്കിയപ്പോഴാണ് കേട്ടോ എനിക്ക് ശരിയായിട്ടുള്ളത്. എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്ത്. തലേ ദിവസം തന്നെ കുതിർത്ത് വെച്ചിരിക്കുന്ന പച്ചരിയിലേക്ക് കുറച്ച് തേങ്ങയും ചേർത്ത് മിക്സിയുടെ ജാറിൽ നന്നായി അരച്ചെടുക്കണം. അതിലേക്ക് ഒരു കയ്യിൽ തിളച്ച വെള്ളം ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം മൺചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. ബബിൾസ് വരുമ്പോൾ നമ്മൾ മൂടി വെച്ചിട്ട് വേവിക്കുക, അത്രേ ഉള്ളൂ. ഭയങ്കര എളുപ്പമാണത്. ചട്ടി നല്ല ചൂടായിരിക്കണം, എന്നാൽ എളുപ്പത്തിൽ നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാം. ഒട്ടും ക്ഷമയില്ലാത്തതുകൊണ്ട് ആദ്യം ഉണ്ടാക്കിയ ഓട്ടട അപ്പം തന്നെ അങ്ങോട്ട് കഴിച്ചു. കറി കൂട്ടി കഴിക്കാനൊന്നും വെയിറ്റ് ചെയ്തില്ല. ഒരു പൊലിമയ്ക്ക് വേണ്ടിയിട്ട് പ്ലേറ്റിൽ എടുത്തിട്ട് ടേബിളിൽ ഇരുന്ന് കഴിക്കാമെന്നൊക്കെ വെച്ച് എടുത്തു വെച്ചാലും അതിനുള്ള ഒരു ക്ഷമയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കിച്ചണിൽ വെച്ചിട്ട് തന്നെ നിന്നിട്ട് തന്നെ അതങ്ങോട്ട് കഴിച്ചു. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ ബൈ ബൈ, സീ യു.